ഇപ്പോൾ അമേരിക്കയിലെ ന്യൂയോർക്കിൽ നിന്ന് സ്റ്റാറ്റൻ ഐലൻഡിലേക്കുള്ള ഒരു സൗജന്യ യാത്ര, ഒരു ഫെറിയാണ് അടുത്തത്. ആരും അറിയില്ല ഇത് സൗജന്യമാണെന്ന്. ഇവിടെ വഴിയിലൊക്കെ നിന്ന് ടിക്കറ്റ് വേണമെന്ന് പറഞ്ഞ് പറ്റിക്കലൊക്കെ ഉണ്ട്, പക്ഷേ ഫ്രീ ആണ്, അബ്സല്യൂട്ട് ഫ്രീ. ധാരാളം ആളുകൾ വലിയൊരു കപ്പലിൽ പോയി വരുന്ന ഒരു യാത്രയാണ് ഇന്നത്തെ കാഴ്ച. എവിടെ നോക്കിയാലും ഇതുപോലെ കട്ട് ഫ്രൂട്ട് ഉണ്ടാവും. ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നത് ഏത് രാജ്യത്ത് പോയാലും അതാത് രാജ്യത്തിൻ്റെ അടിപൊളി ഫ്രൂട്ടുകൾ ഞാനിങ്ങനെ നുണയും കാണും. എന്ത് മനോഹരമായിട്ടാണ് ഇത് ചെയ്തു വെച്ചേക്കണത്. കൊതിയാവും ഇതിങ്ങനെ കാണുമ്പോൾ തിന്നാനല്ലേ. പക്ഷെ എന്ത് രസമായിട്ടാണോ. അപ്പോൾ നമ്മളെ ഫെറി ഗേറ്റാണ് ഈ കിടക്കുന്നത്. ടാറ്റേരിസ് ഐലൻഡ്. എന്ത് ഐലൻഡാണ്. അപ്പോൾ ഫെറിയിലേക്കുള്ള യാത്രയാണ് അല്ലേ. ടിക്കറ്റ് ഒന്നും വേണ്ട, വെറുതെ കയറിയാൽ മതി. അത് ഫ്രീ അല്ലേ, പിന്നെ എന്തിനാണ് മറ്റേ കത്തി, തോക്ക്, മാരകായുധങ്ങളൊക്കെ ഉണ്ടോ നോക്കുക അല്ലേ. അത് കൊള്ളാം. ഓട്ടോമാറ്റിക്. കപ്പൽ കയറാനുള്ള തിരക്കാണ് ഈ പോണത്. അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ പോയി കയറണം. അതാണ് നമ്മുടെ കപ്പൽ. ഔട്ട്ഡോറാണ് ബെസ്റ്റ്. ഇവിടെ എന്താ നമുക്ക് സ്റ്റാച്യു ഓഫ് ലിബർട്ടിയൊക്കെ കാണാൻ പറ്റും. ഒരു ചെറുതായിട്ട് കാണാം. കാണണം സ്റ്റാച്യു ഓഫ് ലിബർട്ടി. ഇപ്പോൾ കപ്പൽ ഇവിടെ ന്യൂയോർക്ക് തീരത്ത് നിന്ന് വിട്ടു സ്റ്റാറ്റൻ ഐലൻഡ് എന്ന് പറയുന്ന ഐലൻഡിലേക്ക് പുറപ്പെടുകയാണ്. സ്റ്റാച്യു ഓഫ് ലിബർട്ടി എന്ന് പറയുന്ന ഈ കടലിൻ്റെ ഭാഗത്തു കൂടിയാണ് പോണത്. സ്റ്റാച്യു ഓഫ് ലിബർട്ടിൻ്റെ അടുത്ത് വരെ പോകുമെന്നുള്ളതാണ് കേൾക്കണത്. നോക്കാം. WTC one. Tallest building in this country. It is the tallest building in the West. വേൾഡ് ട്രേഡ് സെൻ്ററൊക്കെ ഇവിടെ നന്നായിട്ട് കാണാം കേട്ടോ. കാരണം വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ മുകളിൽ പോയിട്ട് ഞാൻ ഈ ഒരു കപ്പൽ ഫോക്കസ് ചെയ്തിരുന്നു. ഒരു ബ്രൗൺ കളറിലെ ഈ ഒരു വല്ലാത്ത നിറത്തിൽ ഓടുന്ന ഈ ഒരു കപ്പലിനെ വളരെ ദൂരം നിന്ന് ഞാൻ അവിടുന്ന് സൂം ചെയ്തിട്ടുണ്ട്. ഉള്ളിലൊരു കൂട്ടിയില്ല. ഇവിടെ ഒന്നും ആരും ഇരിക്കുന്നില്ല. കാരണം ഒക്കെ ടൂറിസ്റ്റുകളാണ്, യാത്രക്കാരല്ലല്ലോ. ഇവിടെ ആരുമില്ല. എല്ലാവരും ഇതിൻ്റെ വെളിയിൽ തന്നെയാണ്. ഈ ഒരു ഭാഗങ്ങളിലായിട്ട് ആ സൈഡിൽ ഓപ്പോസിറ്റിലും ആരുമില്ല. എല്ലാവരും ഈ സൈഡിലാണ്. എന്തുകൊണ്ട് ഈ സൈഡിൽ ഒന്ന് ഈ സ്റ്റാച്യു ഓഫ് ലിബർട്ടി കാണുക എന്നുള്ളതാണ് ഒരു ഉദ്ദേശം. പക്ഷെ കപ്പലിൻ്റെ എല്ലാവരും കൂടി ഒരു ഭാഗത്ത് വന്നാൽ ഇത് ഇങ്ങോട്ട് ചെരിഞ്ഞു മറിയോ. അവിടെ ഫ്രണ്ടിലോട്ട് കടന്നു വായ്. ഇവിടെ നല്ല കാറ്റ് ഇവിടെ കേട്ടോ. സൂപ്പർ. ഇവിടെയാണല്ലോ. ഇതാണ് മുന്നിലേ. ഇതാണ് ഫ്രണ്ട്. അത് കൊപ്പളാ. എവിടെ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. എവിടെയാ? നാട്ടിലിവിടെ. ഞാനിവിടെ ന്യൂയോർക്ക് അമേരിക്കൻസ് ആണ്. ഇവിടെ പെറ്റ് വളർന്നതാണ്. കണ്ടാ തോന്നൂലല്ലേ. എന്തൊരു രസമുള്ള കാറ്റാണ്. അത് ഫ്രീ ആണ് കേട്ടോ. ന്യൂയോർക്കിലേ എന്താണ് വെറുതെ കിട്ടുകയെന്ന് ചോദിച്ചാൽ ഈ ഒരു യാത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ബാക്കിയൊക്കെ പൈസ കൊടുക്കണം. ഇത് മാത്രം ഫ്രീ ആണ്. ആയിരക്കണക്കിൽ പാസഞ്ചറേയും കൊണ്ട് നമ്മുടെ പേടകം സ്റ്റാറ്റൻ ഐലൻഡിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അരമണിക്കൂർ യാത്രയായിരുന്നു. അതും അബ്സല്യൂട്ട്ലി സൗജന്യം. ന്യൂയോർക്കിൽ നിന്നും മറ്റൊരു ഐലൻഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരല്പ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഇതുപോലുള്ള ഒരു ഫെറിയിൽ വഴി നേരെ ന്യൂയോർക്കിൽ തന്നെ തിരിച്ചു പോകണം. എത്ര വർഷം പഴക്കമുണ്ടാവും ഇതിനൊക്കെ അല്ലേ. ഒരുപാട് പഴക്കമുണ്ട്. ഇന്നും 1991 120 കൊല്ലം, 127. അവിടെ പോട്ടെ, തീ കൂടി ചാടണ്ട, അവിടെ പോവാ. എന്താ രസമുള്ള യാത്ര. ന്യൂയോർക്കിൽ ഓൾമോസ്റ്റ് പട്ടണത്തിലും തെരുവിലൂടെ ഇദ്ദേഹം ഈ വണ്ടിയുമായിട്ടാണ് യാത്ര. നമ്മുടെ ഒരു സുഹൃത്ത് ജാവേദ്. കാരണം വളരെ എക്സ്പെൻസീവാണിത്, കാറിനും ടാക്സിയൊക്കെ. ഇത് ഫ്രീ ആണല്ലോ, ചാർജ് ചെയ്ത് അങ്ങനെ പോകാം. അതൊരു നല്ല ഐഡിയ.
പക്ഷെ ഇത് നല്ലൊരു പ്രയോറിറ്റി ഉണ്ട്, ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അല്ലേ. കടത്തി വിടും, ട്രെയിനിലും അതേപോലെ ബസ്സിലും ഒക്കെ ഇത് കയറ്റി കൊണ്ടുപോകാം. അതാണ് എൻ്റെ എല്ലാം പ്രത്യേകത. ആ ഫോൾഡ് ചെയ്യും ചെയ്യാം. ആ അത് ശരി. ഇനി അപ്പോൾ ഒറ്റ ചക്രമായിട്ട് ഇങ്ങനെ റോളി വരും, ബസ്സിൽ ഇങ്ങനെയും കൊണ്ടുപോവാം. അത് കൊള്ളാം. അല്ല മെട്രോ സ്റ്റേഷനിലൊക്കെ കണ്ടു, ഇത് വെക്കുന്ന സ്ഥലം കണ്ടുപോയി, അത് ഇറക്കുന്ന സ്ഥലം, എക്സിറ്റ് എൻട്രി ഒക്കെ കണ്ടു. അത് നല്ലൊരു സൗകര്യമാണ്. നമ്മൾ സ്റ്റാറ്റൺ ഐലൻഡിൽ എത്തിയിട്ടുണ്ട്. ഒരു പ്രത്യേക ഡിസൈനാണിത്.